ഈ വീഡിയോയിൽ നേരെ നമ്മൾ ഇസ്രായേലിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്താമിർ ബെൻഗിവർ എന്ന് പറഞ്ഞാൽ തീവ്ര വലതുപക്ഷ ജൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് ഇത്താമിർ ബെൻഗിവർ. ഈ ബെൻഗിവർ എപ്പോഴും ഈ ഒരു ജെറുസലേം ടെമ്പിളിലേക്ക് അവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥന അവിടെ നടത്തി. അത് വലിയ രീതിയിൽ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. ഈ ഇത്താമിർ ബെൻഗിവറുടെ പ്രവൃത്തി ശരിക്കും ബെഞ്ചമിൻ നെതന്യാഹു ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാർഡ് വർക്ക്, ഒരു എഫേർട്ട്, അതിനെല്ലാം തന്നെ ഒരു വിനയായി തീരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതുവരെ ഗാസ ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടില്ല. ഹമാസ് ഇപ്പോഴാണ് ഒരു പരിധി വരെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ സറണ്ടർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നത്. അതിലുപരിയായിട്ട് ജൂദയ സമാരിയ വിഷയം ഒരു സൈഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്താമിർ ബെൻഗിവർ ഇങ്ങനെ പോയി പ്രകോപനപരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാരിന് ദോഷം ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം ഒരു ക്രൂഷ്യൽ പോയിന്റ് നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ജോർദാൻ ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, പാലസ്തീനിയൻ അതോറിറ്റി ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ കുറേ രാജ്യങ്ങളും കൂടി ഇനിയിപ്പോൾ കണ്ടംപ്റ്റേഷൻ കൊണ്ടുവരും. അപ്പോൾ അതിനുള്ള വഴി ഉണ്ടാക്കുന്നത് ഇത്താമിർ ബെൻഗിവറാണ്. ഒന്നാണ് ഇന്ന് ഇത്താമിർ ബെൻഗിവർ ഒരു സംഘം ആൾക്കാരുമായിട്ട് ഈ ജെറുസലേം ടെമ്പിൾ വിസിറ്റ് ചെയ്തത്. സിറിയയ്ക്കുള്ളിൽ HTS-ഉം SDF, സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതായത് കുർദുകളുടെ ടീമുണ്ടല്ലോ, അവരുമായിട്ട് ചെറിയൊരു ക്ലാഷ്. ആ ക്ലാഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി അമേരിക്ക ഇതിൻ്റെ ഇടയ്ക്ക് സൈലൻ്റ് ആയിട്ട് തന്നെ ചില സീസ് ഫയർ നാടകങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷ് സൈലൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വൈകാതെ തന്നെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ ഇവർ രണ്ടുപേരും പൊരിഞ്ഞ അടിയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ സിറിയയിൽ നിന്നും തുർക്കിയിലോട്ട് ഗ്യാസ് പൈപ്പ് ലൈൻ കണക്ഷൻ ഇറാഖ് വഴിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഖത്തറിൻ്റെ ഫണ്ടിങ്ങിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. തുർക്കി അമേരിക്കയ്ക്ക് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ സിറിയയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അതെല്ലാം ശ്രമിക്കുകയാണ്. ആ രീതിയിൽ തുർക്കി തായിബ് എർദോഗൻ പല പ്രോജക്റ്റുകളും നടപ്പിലാക്കാനുള്ള തത്രപ്പാടിലാണ് ഈ സിറിയയ്ക്കുള്ളിൽ. ഇറാഖിൻ്റെ ഉള്ളിൽ ഖാസിം സുലൈമാനിയുടെ ഒരു പോസ്റ്റർ കീറിക്കളയാണ്. അതായത് ഇറാഖിൻ്റെ ഉള്ളിൽ ശരിക്കും സിറിയയ്ക്ക് ഉള്ളിലുള്ളതിനേക്കാളും ഇറാഖിൻ്റെ ഉള്ളിൽ സുന്നി ഷിയ കോൺഫ്ലിക്റ്റ് വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഈ ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് സുന്നികൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇറങ്ങി വന്നു. അത് ഈ സുവൈദ മേഖലയിൽ സിറിയയ്ക്കുള്ളിൽ ഒരു ക്ലാഷ് ഉണ്ടായതിനെ തുടർന്നാണ് ഈ സുന്നികളെല്ലാം കൂടി ഇപ്പം ഒരുമിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ചതോടുകൂടി അവർക്ക് പല പദ്ധതികളും പഴയ പദ്ധതികളും പ്ലാനൊക്കെ അവർ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇറാഖിൻ്റെ ഉള്ളിലുള്ള ഷിയ മിലീഷ്യ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. ആശങ്ക ജനിപ്പിച്ചു എന്നുള്ളതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ ഖാസിം സുലൈമാനിയുടെ ഫോട്ടോ സുന്നികൾ പോയി കീറിക്കളഞ്ഞത്. ഇന്നലെയും സിറിയയ്ക്കുള്ളിൽ ഇസ്രായേലിൻ്റെ IDF 4 ഏരിയകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് ആയുധശേഖരങ്ങൾ കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഈ ഒരു ആക്രമണം നടത്തിയതായിട്ട് IDF പറഞ്ഞിരിക്കുന്നത്. അതായത് സൗത്ത് സിറിയ ഭാഗത്താണ് ഈ ഒരു ആക്രമണം നടത്തിയത്. സൗത്ത് സിറിയ അറിയാമല്ലോ, അതായത് സുവൈദ, ഈ ദാർ കൊനെഡ്രയൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലമാണ്. സൗത്ത് സിറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഡമസ്കസിൻ്റെ തൊട്ട് താഴെ. ആംസ്റ്റർഡാമിൽ ഒരു റാലി. ആംസ്റ്റർഡാമിലെ റാലി എന്ന് പറഞ്ഞാൽ മഴവിൽ റാലിയാണ്. ഈ മഴവിൽ എന്ന് പറഞ്ഞാൽ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയാണ് ഈ മഴവിൽ റാലി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് സംസാരിക്കാനും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പല രീതിയിലും ഭീതിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഇത് മനുഷ്യനുമായിട്ട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഒരു പരിപാടിയാണിത്. ഇന്നത്തെ ഒരു മോഡേൺ വേൾഡ് അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മഴവിൽക്കാരെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രോജക്റ്റുകൾ, പല രീതിയിലുള്ള അജണ്ടകളെല്ലാം നടപ്പിലാവുന്നുണ്ട്. അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര രീതിയിൽ LGBTQ++++ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്. പണ്ടത്തെ പോലെ നമ്മൾ 21 ട്രൈസോമി 18 ട്രൈസോമി എന്ന് പറഞ്ഞ 2 കാറ്റഗറിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ ചെയ്തോ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തോ അവരെ ആണായിട്ടോ പെണ്ണായിട്ടോ മാറ്റുന്ന ഒരു രീതി സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മാറിപ്പോയിട്ട് അവരെങ്ങനെ ജനിച്ചോ അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് അവകാശപ്പെടുന്ന, അതിനുവേണ്ടി തന്നെ മത്സരിച്ച് ഇതാണ് ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞിട്ട് ആ ന്യൂ നോർമലൈസേഷൻ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന. ഇതിനകത്ത് ഇപ്പം ഞാനിവിടെ ഫുട്ടേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പലരെയും നിങ്ങൾക്ക് ആണും പെണ്ണുമായിട്ടുള്ള കപ്പിൾസിനെയൊക്കെ ഒരുപാട് കാണാൻ കഴിയും.
ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം. സ്പീഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്രൊഡക്ഷൻ സ്കില്ല്, സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ സ്പീഷ്യസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സ് കൊടുക്കണം. ഈ പ്രൈഡ് അഥവാ മഴവിലുള്ള ആൾക്കാർക്കും കൊടുക്കണം, സാധാരണ മറ്റുള്ള ഹെട്രോസെക്ഷൽ ആൾക്കാർക്കും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അതിൽ യാതൊരു മാറ്റവും. പക്ഷെ അതിലുപരി ഈ ചില വഴിതെറ്റിക്കൽ പ്രക്രിയകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. അതായിരിക്കും നല്ലത്. അത് വേറൊരു സബ്ജക്റ്റ് തന്നെ സംസാരിക്കേണ്ടി വരും. ഹമാസ് ഡേവിഡ് എന്ന് പറഞ്ഞ ആ ബന്ദിയുടെ പ്രൊപ്പഗൻഡ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് വാർത്ത. എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ എയ്ഡ് ട്രക്കുകൾ ഓപ്പൺ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ബന്ദികൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് ക്രോസിനെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പ്രൊപ്പഗണ്ടയ്ക്ക് മേളിൽ പ്രൊപ്പഗണ്ട ഉപയോഗിക്കുകയാണ് ഹമാസ്. കാരണം ഇസ്രായേൽ ഓൾറെഡി എയ്ഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡെയിലി 200 ട്രക്കുകൾക്ക് മേളിൽ ഗാസയ്ക്കുള്ളിൽ എയ്ഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് എയർ ഡ്രോപ്പിംഗ് നടക്കുന്നുണ്ട്. എന്നിട്ടാണ് ഹമാസ് വീണ്ടും ഇസ്രായേൽ എയ്ഡ് തരുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ്. പ്രൊപ്പഗണ്ടയ്ക്ക് മേളിൽ പ്രൊപ്പഗണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ ഹമാസിന്റെ കുരുട്ട് ബുദ്ധിയെ, ഭയങ്കര ബുദ്ധിയാണ്, കണ്ണിങ് ആയിട്ടുള്ള മൈൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ ഹോസ്റ്റേജസിനെ ഇവർ പരിചരിച്ചിരിക്കുന്ന രീതി അത് വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് ഹമാസിന് യാതൊരുവിധ താല്പര്യങ്ങളുമില്ല ഈ സീസ് ഫയറുമായിട്ട്. അതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ ക്രൂരമായിട്ട് ബന്ദികളുടെ അടുത്ത് പെരുമാറിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.